ഞങ്ങൾ അളവിലെതിരല്ല. റവന്യൂ ഉദ്യോഗസ്ഥർ വന്ന് അളക്കാം, ഞങ്ങളെ സമ്മതിക്കാം. റവന്യൂ ഉദ്യോഗസ്ഥർ വന്ന് അളക്കട്ടെ, ഞങ്ങൾ അതിനകത്തൊരു വിഷയമില്ല. റവന്യൂ ഉദ്യോഗസ്ഥർ അളക്കട്ടെ. ജോർജ് ജോസഫിന്റെ ഗുണ്ടകൾ വന്ന് അളക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. അറിയാം, 100% ഒഴിപ്പിച്ചു. കയ്യേറ്റം ഉണ്ടെങ്കിൽ ഒഴിപ്പിക്കട്ടെ എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചു കഴിഞ്ഞു. പക്ഷെ അളക്കേണ്ടത് ഇവരല്ല, റവന്യൂ ഉദ്യോഗസ്ഥർ. മാർക്ക് അവരല്ല, രാവിലെ അവരിവിടെ വന്നിരുന്ന് അളന്നിരുന്നു. രാവിലെ ഇവിടെ വന്നിരുന്ന് അളന്നിരുന്നു. അതെ, റീസർവേ പ്രകാരം. എന്തായാലും കോൺഗ്രസ് ഓഫീസിന് മുൻപിൽ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി നമുക്കൊന്ന് തേടേണ്ടതുണ്ട്. നമ്മുടെ ക്യാമറമാൻ ഇപ്പോൾ അതുപോലെ നിങ്ങൾ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് കാണിച്ചു തരേണ്ട ബാധ്യത എനിക്കുണ്ട്. അതല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കും. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. ഞാൻ ആരുടെയും ഓഫീസ് അളക്കാൻ ചെന്നില്ലല്ലോ. റോഡ് അളക്കാൻ ആർക്കും വലിയ അവകാശമില്ലേ? റോഡ് അളന്ന് ബോധ്യപ്പെടുത്തേണ്ട ചുമതല എനിക്കുണ്ട്. എൻ്റെ കെട്ടിടത്തിൻ്റെ മുൻവശം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അളക്കാം. ഏത് പൗരന് വേണമെങ്കിലും അളക്കാം. ഞാൻ അവിടേക്ക് വരാം. ഇവിടെ അളന്നപ്പോൾ എത്ര സാറേ ഇവിടെ മീറ്ററുകളധികം അവിടെ കിടക്കുന്നത് എല്ലാവരും കണ്ടല്ലോ. ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇവിടെ അളന്നപ്പോൾ കൃത്യമായിട്ട് അളക്കുമ്പോൾ ആരാണ് ഭയക്കുന്നത്? എന്തിനാ ഭയക്കുന്നത്? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ ഭയക്കുന്നത്? ഞാൻ ഭയമില്ലാതെ നിൽക്കാൻ. അളവിൽ എത്ര വ്യത്യാസം ഉണ്ടായിരുന്നു? ഇവിടെ 15.5 മീറ്റർ, 23.7 മീറ്റർ കാണേണ്ട സ്ഥലത്ത് 15.5 മീറ്ററേ ഉള്ളൂ എന്നിരിക്കെ എൻ്റെ കെട്ടിടത്തിന്റെ മുമ്പിൽ ആവശ്യമുള്ളതിനേക്കാൾ 3 മീറ്റർ അധികം കിടക്കുമ്പോൾ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത്? അല്ല, നിങ്ങൾക്ക് ബോധ്യമായതുപോലെ എനിക്കും ബോധ്യമായിട്ടുണ്ട്. ഇവിടെ റവന്യൂ രേഖകൾ 23.7 മീറ്റർ വീതിയുണ്ട്. കയ്യേറ്റം ഉണ്ടോ ഇല്ലെന്ന് കണ്ടുപിടിക്കേണ്ടത് സർക്കാരിൻ്റെ വകുപ്പുകളാണ്. ഇപ്പം 15.5 മീറ്റർ ഉള്ള വീതി. എന്നെ സംബന്ധിച്ചിടത്തോളം ഗുണ്ടായുസത്തിന് മുമ്പിൽ ഞാൻ കീഴടങ്ങുന്ന വിഷയമില്ല. നിയമപരമായ അപേക്ഷകൾ ഞാൻ നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കളക്ടർക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ പൊതുജനം സംഘടിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്.